ഹലോ, എന്താ എൻ്റെ കൂട്ടുകാർക്കൊക്കെ വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണം. ഒരുപാട് ദിവസങ്ങളായി നിങ്ങളെ കണ്ടിട്ടുന്ന്. എൻ്റെ മനസ്സ് പറയും പോലെ ഞങ്ങൾ തോന്നുക, ഒത്തിരി നാളായി നിങ്ങളെ കണ്ടിട്ടുന്ന്. അപ്പോൾ ഇന്ന് ഞാനേ ഒരു മാമ്പഴക്കറി വെക്കാൻ പോകും കേട്ടോ. അപ്പോൾ ഞാൻ ദേ ഒരു കുഞ്ഞ് ചട്ടി വാങ്ങിച്ചത് കണ്ടോ. ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷമല്ലേ? എനിക്ക് അങ്ങനെ കേട്ടോ, കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളും ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഞാൻ മേടിച്ചു കൂട്ടും. കുറേ ചട്ടികൾ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്കൊന്ന് 4 കടുക്കാച്ചി മാമ്പഴക്കറി വെക്കാൻ നോക്ക്. കണ്ടോ, നല്ല തൈര് ഞാൻ ഉടച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാമ്പഴക്കറി എങ്ങനെ വെക്കണേന്ന് നോക്കാം കേട്ടോ. ഞാനെങ്ങനെ വെക്കണേന്ന്, നിങ്ങളൊക്കെ എങ്ങനെ വെക്കണേന്നുള്ളത് പറഞ്ഞു തരട്ടെ. അപ്പോൾ ഇത് ഈ ചപ്പിക്കുടിയൻ മാങ്ങാന്ന് ഞങ്ങളുടെ നാട്ടിൽ കടുക്കാച്ചി എന്നാണ് പറയണത്. ഇവിടെയൊക്കെ ചപ്പിക്കുടിയൻ എന്ന് പറയും. എൻ്റെ നാട്ടിലേക്ക് കടുക്കാച്ചി മാമ്പഴം എന്ന് പറയും. ഇതിങ്ങനെ തൊണ്ട് ചെത്തിക്കളഞ്ഞ് നമുക്ക് ഇതിന് മാമ്പഴം മാത്രം ഇട്ടിട്ട് നമുക്ക് മാമ്പഴക്കറി നല്ല ടേസ്റ്റിൽ കുറുകി ചാറോട് കൂടി നമുക്ക് വെക്കാം കേട്ടോ. മാമ്പഴം ഞാൻ 2 അടപ്പത്ത് വെച്ച് കേട്ടോ. അടപ്പത്ത് വെച്ചത് ഒരു ചെറിയ ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ, ചെറുത് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അല്പം ഉപ്പും 2 പച്ചമുളകും ചേർത്ത് പെട്ടെന്ന് ചെയ്യും കേട്ടോ. വേപ്പില ഇടാൻ മറന്നുപോയി. വേപ്പില ഒന്ന് കഴുകിക്കൊണ്ട് വരട്ടെ കേട്ടോ. ഞാൻ അടുപ്പയിൽ വെച്ചായിരുന്നു കേട്ടോ. ഗ്യാസ് പെട്ടെന്ന് വേവും, മാമ്പഴം പെട്ടെന്ന് വേവും. അപ്പോൾ ഈ സമയം കൊണ്ട് ഞാൻ അരി വെക്കാനായിട്ട്, ചോറ് വെക്കാനായിട്ട് അരിയൊക്കെ അടപ്പത്തിട്ടു. പിന്നെ ഇതിലേക്ക് 1 മുറി തേങ്ങയും അല്പം ജീരകവും, സാദാ ജീരകവും, 2 അല്ലി വെളുത്തുള്ളി ചേർത്ത് നമുക്കിതൊന്ന് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ശരിക്കും അരയണമെന്ന് വെച്ചാൽ, എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് മുളകും തൈരും ചേർത്ത് നമുക്ക് കടുക് പൊട്ടിച്ച് സൂപ്പറായിട്ടൊരു കറി ഉണ്ടാക്കാം. ഇത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ്. കാരണം മാമ്പഴത്തിൻ്റെ മധുരവും പിള്ളേർക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമല്ലോ. മാമ്പഴത്തിൻ്റെ മധുരം ഉണ്ടാവും. 4 മാങ്ങ, പിന്നെ ഇച്ചിരി തേങ്ങയും ചേർത്ത് അരച്ച, പിന്നെ ഒരു അച്ചിങ്ങ വറുത്തിയതോ ഏത്തക്കായ കറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പപ്പടം കൂടെ കാച്ചാൽ നമ്മുടെ ഊണ് കുശാലായി. അപ്പോൾ അത് ഓർത്തിട്ടാണ് ഞാനിന്ന് അങ്ങനെ ചെയ്യാൻ വിചാരിച്ചത്. നമ്മുടെ മാമ്പഴം എന്തായി നോക്കാട്ടോ. മാമ്പഴം എന്തായി നോക്കട്ടെ. ഞാൻ കണ്ടോ, വെള്ളമൊക്കെ പറ്റി വെന്തിട്ടുണ്ട്. നമുക്കിനി തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് ഞാൻ ആവശ്യത്തിന് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നിങ്ങൾ ആവശ്യം പോലെ കറി എന്തോരം ഉണ്ടെന്ന് ചോദിച്ചാൽ അതിനനുസരിച്ച് ഉപ്പ്, മാമ്പഴത്തിൻ്റെ പുളി എന്തോരം ഉണ്ടോ, ചില മാങ്ങയ്ക്ക് പുളി ഉണ്ടാവില്ല. തൈര് ഒഴിച്ചു. ചെറു തീയിൽ വെച്ച് നമുക്ക് തോന്നും. ഒരുപാട് തൈര് ഞാൻ ഒഴിച്ചിട്ടില്ല കേട്ടോ. നമുക്ക് ഉപ്പും പുളിയൊക്കെ എന്തോരം ഉണ്ടെന്ന് നോക്കട്ടെ. കുഴപ്പമില്ല, അല്പം ഉപ്പിൻ്റെ ഒരു കുറവ്. തൈരിന് നല്ല പുളി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഉപ്പ് നല്ലോണം ഇട്ടുണ്ടായിരുന്നു. എന്നാലും ഉപ്പിൻ്റെ ഒരു കുറവ്. തുണി കൂട്ടിയെടുക്കണം കേട്ടോ അത്, അല്ലെങ്കിൽ കൈ കൊള്ളും. തീ ഞാൻ കുറച്ച് വെച്ചേക്കാം കേട്ടോ. നല്ല ടേസ്റ്റായി മാമ്പഴം. ഈ മാമ്പഴം കറി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. സാധാ എല്ലാ മാമ്പഴത്തിനും ഇതിന് പ്രത്യേകിച്ച് ഒരു മാങ്ങയും ചെറുതാണ്. പിന്നെ ഇതിൻ്റെ തൊലി അങ്ങോട്ട് പൊളിച്ച് കളഞ്ഞാലും മതി. പെട്ടെന്ന് നന്നായിട്ട് നല്ല കറിയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു കറിയാണ് മാമ്പഴം. കടുക് പൊട്ടിക്കണം. മാമ്പഴം ഇങ്ങനെ വെച്ചാൽ പോരല്ലോ, കടുക് പൊട്ടിച്ച് ഇതിനെ സുന്ദരിയാക്കണ്ടേ. സുന്ദരിയാവണം, ടേസ്റ്റ് വേണം. വെളിച്ചെണ്ണയിൽ നന്നായിട്ട് കടുക് പൊട്ടിച്ച് വാങ്ങി വയ്ക്കാം കേട്ടോ.
കൈകാര്യം ചെയ്തിരിക്കുന്നു. കൈ പൊള്ളി. പിന്നെ വേറെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണം. എല്ലാവരും 1-2 മഴയൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ കിട്ടിയെന്ന് തോന്നണു. ഞങ്ങൾക്കൊരു മഴ ഇടയ്ക്ക് കിട്ടി. പക്ഷേ ഇന്നലെ കിഴക്കൻ നാട്ടിലേക്കൊക്കെ ഭയങ്കര മഴയായിരുന്നു. ഞങ്ങൾക്ക് പെയ്തില്ല. എൻ്റെ ചെടിയെല്ലാം ഉണങ്ങി കരിഞ്ഞ് വാടി നിൽക്കുക. ഞാൻ മഴ പെയ്യുമെന്ന് ഓർത്തും കൊണ്ട് ചെടി നനച്ചില്ല. പക്ഷേ പെയ്തില്ല. പാത്രം ചൂടായി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എണ്ണയൊന്ന് ചൂടായി വരും. അപ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളകും കടുകും വേപ്പിലയും എല്ലാം കൂടെ ഇട്ട് നമുക്കൊന്ന് കടുക് പൊട്ടിച്ച് എടുക്കാം. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. എൻ്റെ വീഡിയോ കണ്ടോ നല്ല സൂപ്പറായിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വയ്ക്കും. അപ്പോൾ ഇന്ന് കുറച്ച് മാമ്പഴം കിട്ടിയപ്പോൾ വെച്ച് നോക്കാമെന്ന് ഓർത്തു. തൈര് ഇരിപ്പുണ്ടാക്കി. അപ്പം തൈര് മാമ്പഴവും കൂടെ കൂട്ടി വയ്ക്കാമെന്ന് ഓർത്തു. നിങ്ങൾക്കൊക്കെ എന്താ കറി? എല്ലാവരും ഞാൻ ഇതിനകത്ത് ഉലുവ ഇടുന്നില്ല കേട്ടോ. ലേശം ഉലുവ പൊടി അതിനകത്ത് ചേർക്കണുള്ളൂ. ഉലുവ ഉലുവ മുഴുവനുള്ള ഉലുവ ചേർക്കണില്ല. ഭയങ്കര ചൂടും ഭയങ്കര കടുക് പൊട്ടി തുടങ്ങി നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. നമുക്ക് ഉള്ളി വെന്തോട്ടാ നമുക്ക് വേപ്പിനെയും വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുത്ത് താളിച്ചെടുക്കാം. അപ്പം നമ്മുടെ കറി മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡിയായി. എല്ലാവരും അത് ഉണ്ടാക്കി നോക്കുക. നല്ല സൂപ്പറാണ്. പെട്ടെന്ന് തയ്യാറാക്കാം. 2 മാമ്പഴം ഉണ്ടെങ്കിൽ അത് പൂളി എടുത്താലും മതി. ഇത് പൂളാനില്ലാത്ത കാരണമാണ് ഞാൻ മുഴുവനായിട്ടേക്കണേ. ഇതിൻ്റെ പേരാണ് കടുക്കാച്ചി മാമ്പഴം. അപ്പോൾ കടുക് പൊട്ടിച്ച് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഇച്ചിരി ഉലുവാപ്പൊടിയും കൂടെ വിതറി സൂപ്പർ. ഗ്യാസ് ഓഫ് ചെയ്ത് കിട്ടാം. അല്പം ഉലുവപ്പൊടിയും കൂടെ ഇട്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സൂപ്പർ കറി കേട്ടോ. രക്ഷയില്ല. അത് കണ്ടിട്ട് ഉപ്പുണ്ടോ എന്നോടെ നോക്കട്ടെ. നല്ലതാണ്. ഉപ്പും പുളിയും എല്ലാം പാകത്തിനുണ്ട്. ഇത് കണ്ടോ? നല്ല സൂപ്പറായിട്ട് മാമ്പഴം കണ്ടോ. അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ ബായ്. ഇതെല്ലാവരും വെച്ച് നോക്കണം കേട്ടോ. സൂപ്പറാണ്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കുകയും ചെയ്യാം. ആ നേരം കൊണ്ട് ഞാൻ ചോറൊക്കെ തിളപ്പിച്ചിറക്കി വെച്ചു.
പിന്നെ വേറെ ഇച്ചിരി അല്ലറ ചില്ലറ പണികളൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്തു. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ.